ഫെഫ്കയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനും ഫിലിം ചേംബറിന്റെ കത്ത്. സിനിമയിലെ ചൂഷണത്തിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഫെഫ്ക ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ നിയമവിരുദ്ധമെന്നാണ് ആരോപണം. ഫെഫ്കയ്ക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനും ഫിലിം ചേംബർ ഇപ്പോൾ കത്തെഴുതിയിരിക്കുന്നു. ഈ കത്തിൽ എന്താണ് അവർ കണ്ടെത്തുന്ന നിയമവിരുദ്ധ നടപടി? സുജിയ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംഘടനയായ ഫെഫ്ക ഇത്തരത്തിലൊരു ടോൾ ഫ്രീ നമ്പർ രൂപീകരിച്ചത്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് പരാതി നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. മാത്രവുമല്ല, ഒരു 5 സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇനി ഏതെങ്കിലും സിനിമാ സെറ്റുകളിലോ മറ്റോ സ്ത്രീകൾ ഇത്തരത്തിൽ ചൂഷണം നേരിടുന്നുണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിച്ച് ഈ സ്ത്രീകളോട് പരാതി പറയാം എന്നായിരുന്നു ഫെഫ്ക നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് സിനിമാ സംഘടനകളും ഇതിനെതിരെ നേരത്തെ തന്നെ ശബ്ദം ഉയർത്തിയിരുന്നു. പ്രധാനമായും അവർ പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് എന്നതാണ്. മാത്രവുമല്ല, എല്ലാ സിനിമാ സെറ്റുകളിലും ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. ഈ ICCകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സാന്നിധ്യത്തിലാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇത്തരത്തിൽ നിയമസാധുതയുള്ള ICCകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ നിയമസാധുതയില്ലാത്ത ടോൾ ഫ്രീ നമ്പറുകളും ഒരു കോർ കമ്മിറ്റിയും ഫെഫ്ക രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഫിലിം ചേംബറിൻ്റെ ആരോപണം. എന്തായാലും ഫെഫ്കയ്ക്കെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ സിനിമാ സംഘടനകളും സമാനമായ ആവശ്യവുമായി രംഗത്ത് വരാനാണ് സാധ്യത. ചൊവ്വാഴ്ച ഉച്ച മുതൽ ഈ ടോൾ ഫ്രീ നമ്പർ ആക്റ്റീവ് ആകും എന്നായിരുന്നു നേരത്തെ ഫെഫ്ക വിശദീകരിച്ചത്. സുജയ. ഓക്കെ, ഫെഫ്കയ്ക്കെതിരെ ഫിലിം ചേംബർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.